മദർ കെയർ ആശുപത്രിയിൽ അപ്പോഴും ആ മൊഴിയെടുക്കൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ പോലീസ് നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡ്രൈവറുടെയോ ക്ലീനറുടെയോ പ്രതികരണം നമുക്ക് എന്തായാലും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ അവിടെയുണ്ട്. ആ മേഖലയിലേക്ക് എന്തായാലും ആർക്കും പ്രവേശിക്കാനും സാധിക്കും. അത്യാഹിത വാർഡിലാണ് ഇവർ രണ്ടുപേരും ഉള്ളത്. അവിടേക്ക് ആരെയും പ്രവേശിപ്പിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഇവരുടെ പ്രതികരണത്തിനായി നമ്മൾ കാത്തിരിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പോലീസ് എന്തായാലും അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പോലീസ് അവരെ ചോദ്യം ചെയ്തു വരികയാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ആ മദർ കെയർ ആശുപത്രിയിലെ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഈ അപകട സ്ഥലത്തേക്ക് ഞാൻ എത്തിയിരിക്കുന്നു. നേരത്തെ കണ്ടതിന് സമാനമായ ആ ഒരു സാഹചര്യം ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വലിയ ഒരു ആൾക്കൂട്ടം ഇപ്പോഴും ഇവിടെയുണ്ട്. ഇവരൊക്കെ നേരത്തെ തന്നെ ഈ പ്രദേശവാസികളൊക്കെ പരാതി പറഞ്ഞിട്ടുള്ളതാണ്. ഗോകുലൊക്കെ പോലെ തന്നെ ഇത്തരത്തിൽ അശാസ്ത്രീയമായ റോഡിൻ്റെ നിർമ്മാണം തന്നെയാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ്. അത്തരത്തിൽ ആളിക്കത്തുന്ന പ്രതിഷേധം നമ്മൾ കാണുകയും ചെയ്തു. നേരത്തെ തന്നെയൊക്കെ ഇവിടെ ഈ കൂടുതൽ ഗോകുലിന് ഈ ഒരു മേഖലയിലൂടെ കൂടുതൽ യാത്ര ചെയ്യുന്നതാണ്. ഗോകുലിന് ആ ഒരു പരിചയസമ്പത്ത് കൂടിയുണ്ട്. നേരത്തെ തന്നെ പല തവണ ഇവിടെ അപകടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾ കൂടിയാണല്ലോ ഗോകുൽ. ഈ നാട്ടുകാരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് ഈ ഒരു ഘട്ടത്തിലും നാട്ടുകാർ ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണല്ലേ. ഈ നാട്ടുകാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ റോഡിനൊരു ഡിവൈഡർ വേണം. കാരണം അങ്ങനെ വരികയാണെങ്കിൽ ഈ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാം. അതുമാത്രമല്ല ഇവിടെ വളരെ മിനുസമാണ് ഈ റോഡ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ മഴ വരുമ്പോൾ തന്നെ ഹൈഡ്രോപ്ലെയിൻ പോലെ വാഹനങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമുണ്ടാകുന്നു. അങ്ങനെ നിയന്ത്രണങ്ങൾ തെറ്റി അരികളിലൂടെ നടക്കുന്ന റോഡിന് സമീപത്തോടെ നടക്കുന്നവർക്ക് അപകടങ്ങൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു. അവർ പറയുന്നത് ഈ 2 വർഷത്തിനുള്ളിൽ തന്നെ നിരവധി മരണങ്ങൾ ഈ ഒരു പാതയിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു വാഹനം ഇടിച്ച് 5 പേർ മരിച്ചൊരു സംഭവം ഓർമ്മയുണ്ടാകില്ല. അത് ഈ റോഡിൻ്റെ കുറച്ച് മാറിയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രദേശത്ത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് പലപ്പോഴും ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ ഇത്തരത്തിൽ വാഹനങ്ങൾ നിയന്ത്രണം തെറ്റി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു തുടർക്കഥയായി മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കുട്ടികൾ പറയുന്നത്, ഇപ്പോൾ പലരും ആ തച്ചമ്പാറ സ്കൂളിലെ കുട്ടികൾ ആ സമയത്ത് പലരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, അവർക്ക് നടന്നു പോകാൻ ഇവിടെ ഒരു ഫുട്പാത്തോ മറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഇവിടെ ഫുട്പാത്തോ മറ്റ് യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളോ കുട്ടികൾക്കില്ല. അത് സ്ലോപ്പാണ്. നമുക്ക് ഈ വേളയിൽ കാണുന്ന ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കത് അനുഭവപ്പെടുന്നുണ്ട്. ഈ റോഡിൻ്റെ ഈ വെള്ള വര എന്ന് നമ്മൾ കാണുന്നത് ഈ റോഡിൻ്റെ അരികിലോട് ചേർന്ന ഒരു സ്ലോപ്പാണ്. ഇവിടെ യാതൊരുവിധ ഫുട്പാത്തോ സൗകര്യങ്ങളോ മറ്റൊന്നുമില്ല. നാട്ടുകാരുടെ പരാതി അത്രമേൽ കാണുമ്പോഴുള്ള ഒരു പരാതിയായി തന്നെ ഇവിടെ നിൽക്കുന്ന ഈ ഒരു മണിക്കൂറിൽ ഞാൻ ഈ ഒരു മേഖലയിലേക്ക് ഇപ്പോൾ എത്തുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് അനുഭവപ്പെടുന്നത് അത് തന്നെയാണ്. അപകട സാധ്യത വളരെയേറെ കൂടുതലാണ്. കാരണം ഈ ഒരു ടേണിങ്ങിൽ ഈ വളഞ്ഞു വരുന്ന വാഹനങ്ങൾക്ക് മറ്റ് എതിർദിശയിൽ വാഹനങ്ങൾ വരുമ്പോൾ കൂടുതൽ ഈ റോഡിന് സമീപത്തായി സഞ്ചരിക്കേണ്ട ഒരു സ്ഥിതി തന്നെ വരുന്നുണ്ടല്ലേ. തീർച്ചയായിട്ടും. അതായത് അങ്ങനെ വരുമ്പോഴാണ് ഈ അപകടങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത്. ഇവർ പറയുന്നത് ഇതൊരു തുടർക്കഥയെ തന്നെ നിരന്തരം ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് പ്രധാനമായും ഒരു ശാശ്വത പരിഹാരമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ 11 മണിക്ക് ജില്ലാ കളക്ടറേറ്റിൽ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലൊരു തീരുമാനം ഒരു പോസിറ്റീവായിട്ടുള്ള തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് ഈ നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. ഇവർ ആവശ്യപ്പെടുന്ന കാര്യം ഒന്ന് ഡിവൈഡർ സ്ഥാപിക്കണം, അതോടൊപ്പം തന്നെ ഫുട്പാത്ത് വേണം. ഇത് രണ്ടുമാണ് പ്രധാനമായും പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു പരിധി വരെ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമുക്ക് ഈ റോഡിൻ്റെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഭാഗത്ത് നല്ല പരിക്കനായിട്ടുള്ള രീതിയിലാണ് ഇത്. ഇവിടെ ഇങ്ങനെ അപകടങ്ങൾ പതിവാകുന്നു എന്ന് പറയുമ്പോൾ MP-യുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയാണ് ഇങ്ങനെ ഒരു പരിക്കൻ രീതിയിലാക്കിയത്. ഇത് ഈ റോഡ് മുഴുവനും അല്ലെങ്കിൽ പകുതി വരെയും ഈ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അത് വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ നിരന്തരമായി വാഹനങ്ങൾ പോവുകയും മഴ പെയ്യുകയും ചെയ്തപ്പോൾ വീണ്ടും മിനുസമായി. അത് ദൃശ്യങ്ങൾ ഒരുപക്ഷെ എത്രമാത്രം വ്യക്തമാകുന്നുണ്ടെന്ന് അറിയാൻ കഴിയില്ല. പക്ഷേ നമുക്കിവിടെ നിൽക്കുമ്പോൾ അത് പ്രധാനമായും കാണാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ ഒരു താൽക്കാലിക പരിഹാരങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത്. ഒരു ശാശ്വതമായ പരിഹാരം ഇവിടെ ഉണ്ടാകുന്നില്ല. ഈ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയാൽ മാത്രമേ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയൂ എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അരുൺ ആശുപത്രിയിലായിരുന്നല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതി, അവിടെയാണ് ഡ്രൈവറും അതോടൊപ്പം തന്നെ ക്ലീനറും ഉള്ളത്. അവരിൽ നിന്ന് എന്തെങ്കിലും വിവരം ലഭിച്ചോ? എന്താണ് അവർ പറയുന്നത്? നേരത്തെ നമ്മളോട് പൂജയും ചോദിച്ചത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിലും പോലീസ് അങ്ങനെ ഒരു വിവരം നമുക്ക് ലഭ്യമാക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അവിടേക്ക് എത്തുമ്പോൾ തന്നെ പോലീസ് അവിടേക്ക് എത്തിയിരുന്നു. അത്യാഹിത വിഭാഗത്തിലുള്ള ഡ്രൈവറും ക്ലീനറുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ പരിക്ക് അത്ര സാരമുള്ളതല്ല എന്നൊരു വിവരം ആശുപത്രി അധികൃതർ തരുന്നത് അവരുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ളത് മാത്രമാണ്. മറ്റ് കാര്യങ്ങൾ ഈ അപകടം സംഭവിച്ചൊക്കെ അവരുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാനുള്ള ശ്രമം നടത്തി. പക്ഷേ പോലീസ് ഈ ഘട്ടത്തിൽ നമുക്കത് ലഭ്യമാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ആശുപത്രിയിലേക്ക് നിന്ന് അവിടെ നിന്ന് നമ്മൾ മടങ്ങുകയാണ് എന്തായാലും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഗോകുൽ പറഞ്ഞതുപോലെ തന്നെ ഈ റോഡിൻ്റെ ഈ ഒരു അശാസ്ത്രീയമായ നിർമ്മാണം എന്നുള്ള പരാതി തന്നെയാണ് നാട്ടുകാരിൽ നിന്ന് വരുന്നത്. ഇനിയും അത്തരത്തിലുള്ള അപകട സാധ്യത
സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പോലും ഈ വളവിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ദിശ മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ റോഡിൽ നിൽക്കുന്നത്, ഈ വശത്ത് ചേർന്ന് നിൽക്കുമ്പോൾ എപ്പോഴും ഒരു ശ്രദ്ധ പുലർത്തിക്കൊണ്ട് തന്നെ ഈ കാൽനട യാത്രക്കാർ ഇതിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇനിയെങ്കിലും ഈ അപകടമെങ്കിലും കണ്ണ് തുറപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറഞ്ഞു വെക്കുന്നത്. കുറച്ച് നേരം മുൻപാണ് ഇവിടെ പാലക്കാട് SP, ഇന്ന് മലപ്പുറം SP-ക്കാണ് പാലക്കാടിൻ്റെ ചുമതലയുള്ള, അദ്ദേഹം ഇവിടെ വന്നിരുന്നു. അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ അവർ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞൊരു കാര്യം, വാഹനം ഓവർലോഡ് ആയിരുന്നില്ല, ലോറി ഓവർലോഡ് ആയിരുന്നില്ല. പിന്നീട് എന്താണ് ഈ അപകടത്തിനുള്ള കാരണം എന്നുള്ളത് വ്യക്തമല്ല. അവർ പ്രാഥമികമായി പറഞ്ഞത് ഒരു പക്ഷേ എതിർ ദിശയിലൊരു വാഹനം പോയിരുന്നു, ആ ലോറി പോയിരുന്നു, അതിൽ തട്ടി നിയന്ത്രണം നഷ്ടപ്പെട്ട് മറഞ്ഞതായിരിക്കാം, അങ്ങനെയായിരിക്കാം. പിന്നീട് മഴ പെയ്തിരുന്നു, ഒരു ചാറ്റൽ മഴയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഹൈഡ്രോപ്ലെയിൻ പോലുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് അവർ പിന്നീട് ഒരു സംശയമായി പറയുന്നത്. പക്ഷേ വാഹനം ഓവർലോഡ് ആയിരുന്നില്ല. മാത്രമല്ല കയറ്റം കയറി പോകുന്ന വാഹനങ്ങളിൽ സാധാരണയായി ഹൈഡ്രോപ്ലെയിൻ സംവിധാനങ്ങൾ അങ്ങനെ എഫക്റ്റ് ചെയ്യാറില്ല, അത് ബാധിക്കാറില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ് ഉണ്ടായതെന്ന് അറിയില്ല. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ പരിശോധന വേണം. അതിനുവേണ്ടിയാണ് നാളെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു യോഗം തന്നെ. വേഗം തന്നെ അവിടെയും ഒരു കാരണമായിരിക്കാം അല്ലേ? ഒരുപക്ഷെ അത് സംബന്ധിച്ചുള്ള തെളിവുകളോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങളോ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ പല പ്രദേശവാസികളോടും ചോദിച്ചു, അവരാരും തന്നെ അത്തരത്തിലൊരു ആക്ഷേപമായി തന്നെ അമിത വേഗത്തിലാണ് വാഹനങ്ങൾ വന്നിരുന്നതെന്ന് പറയുന്നില്ല. അതോടൊപ്പം തന്നെ കുറച്ച് നേരം മുമ്പ് ആ ചേട്ടൻ ഇപ്പോൾ ഇവിടെ ഇല്ല, ഈ ഒരു തുണിക്കടയിൽ ഉണ്ടായിരുന്നൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടനോട് സംസാരിച്ചപ്പോൾ ആ ചേട്ടനും അങ്ങനെ അമിത വേഗത ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് ആരും അങ്ങനെ ശ്രദ്ധിച്ച ഒരു കാര്യമല്ല. അമിത വേഗത ഉണ്ടായിരുന്നു എന്ന് ആർക്കും അറിയില്ല. അത് സ്വാഭാവികമായും ഈ കൂടുതൽ വാഹനത്തിൻ്റെ GPS പരിശോധിച്ചാൽ മാത്രമേ അമിത വേഗത ഒരു വില്ലനായിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ കഴിയുകയുള്ളൂ. പക്ഷേ നിലവിൽ ഇപ്പോൾ നമുക്ക് പ്രദേശവാസികളിൽ നിന്നിപ്പോൾ ആരും അങ്ങനെ ഒരു അമിത വേഗത ഒരു ആക്ഷേപമായി പറയുന്നുണ്ടായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും ആക്ഷേപമായി പറയുന്നത് റോഡിനൊരു ശാശ്വത പരിഹാരം വേണം. അതുകൊണ്ട് തന്നെയാണ് അവർ ഏകദേശം മണിക്കൂറുകളോളം റോഡ് തടയുന്ന, അതായത് ഗതാഗതം സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് പ്രദേശവാസികൾ പോയത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിരന്തരം കാണുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ട് മടുത്തു. ഇത്തരത്തിലുള്ള കാഴ്ചകൾ നിരന്തരം കാണുന്നു, അവർ അനുഭവിക്കുന്നു. പലരും അവരുടെ ബന്ധുക്കളോ പ്രിയപ്പെട്ടവരൊക്കെ അതിന് ഇരകളാകുന്നു. അങ്ങനെയുള്ള വലിയൊരു മാനസിക സമ്മർദ്ദത്തിലാണ് അവർ. ആ കുട്ടികളുടെ സ്കൂളിൽ പഠിക്കുന്ന മറ്റു കുട്ടികൾ, +2-ലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വരെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇവിടെ കണ്ടിരുന്നു. അവരൊക്കെ പറയുന്നത് ഇന്ന് പരീക്ഷ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയിലധികം കുട്ടികൾ ഇവിടെ ഉണ്ടാകും, അവർക്കൊക്കെ ഈ അപകടം ദോഷമായി വരും, അവരെയൊക്കെ ബാധിക്കുന്നൊരു വിഷയമാണ്. അത് അവർ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതിനൊരു കൃത്യമായ പരിഹാരം വേണം. എത്രയും പെട്ടെന്ന് ഇതിന് ശാശ്വതമായ ശാസ്ത്രീയമായ എന്താണോ പരിഹാരം, ആ പരിഹാരം കാണണമെന്നാണ്. നികത്താനാകാത്തൊരു നഷ്ടം തന്നെ നമുക്കുണ്ടായിരിക്കുന്നു. പക്ഷേ ഈ നഷ്ടത്തിൽ നിന്നെങ്കിലും പാഠങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അത്തരത്തിൽ പ്രതിഷേധത്തിന് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം അവർക്കറിയാം, നമുക്ക് ഈ ഘട്ടത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാൽനട യാത്രക്കാർ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട്, പ്രത്യേകിച്ചും അത്രയും പ്രധാനപ്പെട്ട ഒരു വളമാണ്. ആ റോഡിൻ്റെ ഒരു സാഹചര്യം ഇവിടെ ഈ നിൽക്കുന്ന ഈ മേഖല പോലും ഈ സ്ലോപ്പായിട്ടുള്ളൊരു മേഖലയാണ്. അപ്പോൾ ഈ കാൽനട യാത്രക്കാർക്ക് എതിർദിശയിൽ വാഹനങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന തടസ്സം, അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ തന്നെയാണ് നാട്ടുകാർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഉള്ള ആളുകളാണ് ഇത്രത്തോളം അപകടങ്ങൾ നടന്നതാണ്, ഇതിൻ്റെ സമാനമായ സാഹചര്യം പല മേഖലകളിലുമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഇവിടെയൊന്നും ശ്രദ്ധ എത്തേണ്ടടുത്തെങ്കിലും എത്തേണ്ടേ എന്ന്, ഇത്തരം അപകടങ്ങളെങ്കിലും ഈ വഴി കാട്ടട്ടെ എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ എന്തായാലും പറയുന്നത്. പക്ഷേ നമുക്ക് വിലപ്പെട്ട ജീവനുകൾ നഷ്ടമായി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആ വേദനയ്ക്കൊന്നും പകരം വെക്കാനാവില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെങ്കിലും നാട്ടുകാരുടെ രോഷം അത് അടങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ ഇവിടെ കണ്ടേക്കാം. പക്ഷെ അതിനൊരു ശാശ്വത പരിഹാരം, ഒരു ഉറപ്പ് എന്തായാലും ഈ ഘട്ടത്തിൽ അനിവാര്യമാണ്. നാളെ യോഗം നടക്കുന്നുണ്ട്, അതിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകണം എന്നുള്ള താക്കീത് കൂടിയാണ് നാട്ടുകാർ കൊടുത്തിരിക്കുന്നത്. ഇത് നേരത്തെ ആകാമായിരുന്നു എങ്കിൽ ആ മേഖലയിൽ ഈ രീതിയിൽ അപകടങ്ങളും ഒഴിവാക്കാമായിരുന്നു.